എറണാകുളം ലോക്സഭാ മണ്ഡലത്തെക്കുറിച്ച് പറയുമ്പോൾ ആദ്യം സൂചിപ്പിക്കേണ്ട ഒരു പ്രധാന കാര്യം കൈപ്പത്തിക്ക് കൈകൊടുക്കുന്ന ഇടമാണ് എന്നതാണ്. കാരണം 1952 പ്രഥമ തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കൊച്ചിയുടെ ഭാഗമായി നിന്നപ്പോൾ ഉൾപ്പെടെ ഇതുവരെ നടന്ന 17 ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾ 3 തവണയൊഴികെ 14 തവണയും കോൺഗ്രസ് സ്ഥാനാർത്ഥികളെയാണ് എറണാകുളം വിജയിപ്പിച്ചത്. അത്രയ്ക്കാണ് മണ്ഡലത്തിന്റെ കോൺഗ്രസ് സ്നേഹം. പക്ഷേ ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ എന്താണെന്നറിയില്ല, എറണാകുളത്തുകാർ മനസ്സൊന്ന് മാറ്റിപ്പിടിച്ചു. കഴിഞ്ഞ 2 ഉപതെരഞ്ഞെടുപ്പുകളിലും സെബാസ്റ്റ്യൻ പോളായിരുന്നു വിജയി. കോൺഗ്രസ് വിരുദ്ധ തരംഗം ആഞ്ഞടിഞ്ഞ സമയത്തോ സ്ഥാനാർത്ഥിയുടെ പോരായ്മ കൊണ്ടോ അല്ലാതെ എറണാകുളം ലോക്സഭാ മണ്ഡലം കോൺഗ്രസിനെ കൈവിട്ടിട്ടില്ല. കോൺഗ്രസ് ലത്തീൻ സമുദായത്തിന് സംവരണം ചെയ്ത സീറ്റാണ് എറണാകുളം എന്ന പ്രയോഗം ശരിവെക്കും വിധമാണ് കാര്യങ്ങൾ. നിലവിൽ എറണാകുളം ലോക്സഭാ മണ്ഡലത്തിലെ 7 നിയമസഭാ മണ്ഡലങ്ങളിൽ 4 UDF-ഉം 3 LDF-ഉമാണ് ഭരിക്കുന്നത്. പറവൂരും തൃക്കാക്കരയും കോൺഗ്രസിന്റെ തട്ടകമാണെങ്കിൽ വൈപ്പിനും കൊച്ചിയും ഇടതുപക്ഷത്തെ ചെങ്കോട്ടകളാണ്. കളമശ്ശേരി മുസ്ലിം ലീഗിന്റെ കരുത്തിൽ കാലങ്ങളായ UDF-നോടൊപ്പം നിന്നു പോകുന്നതാണ്. പക്ഷേ ഇക്കുറി ഇടത്തേക്കൊന്ന് മറിഞ്ഞു. എറണാകുളം നിയമസഭാ മണ്ഡലം കൂടുതൽ UDF ചായ്വാണ് കാട്ടിയിട്ടുള്ളത്. എങ്കിലും ഇടതോരാതെ ചോർന്നുപോയ കാലഘട്ടവും ഉണ്ടായിട്ടുണ്ട്. തൃപ്പൂണിത്തുറ ഇരുപക്ഷത്തേക്ക് മാറി മാറി ചവിട്ടും. UDF-ന്റെ ഹൈബി ഈഡൻ വിജയം ആവർത്തിക്കാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ്. അതിനാൽ തന്നെ UDF-ന് ആശങ്കകളില്ല. മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുന്നതും യുവാക്കളെ അടക്കം ആകർഷിക്കാനുള്ള കഴിവും ഹൈബിയെ ഒരു മുഴം മുന്നിലേക്ക് എത്തിക്കുന്നു. ഓരോ തവണയും UDF സ്ഥാനാർത്ഥികൾ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുന്ന മണ്ഡലമാണ് എറണാകുളം എന്ന് വിശേഷിപ്പിക്കാം. 2019 ഹൈബിക്കെതിരെ P. രാജീവ് രംഗത്ത് വന്നപ്പോൾ തന്നെ താരപരിവേഷം ലഭിച്ച മണ്ഡലത്തിൽ രാജീവിന് 1.69 ലക്ഷം വോട്ടുകളുടെ തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നു. മണ്ഡലത്തിൽ കഴിഞ്ഞ 5 വർഷം കൊണ്ട് നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഹൈബി വോട്ട് തേടുന്നത്. സമുദായ സമവാക്യങ്ങൾക്ക് ഏറെ പ്രാധാന്യമുള്ള മണ്ഡലത്തിൽ ശക്തമായൊരു ആയുധമാണ് ഇക്കുറി CPM ഇറക്കിയിരിക്കുന്നത്. ലത്തീൻ സമുദായ അംഗവും അധ്യാപികയുമായ KSTA സംസ്ഥാന കമ്മിറ്റി അംഗവുമായ KJ ഷൈൻ എന്ന വനിതാ സ്ഥാനാർത്ഥി. പരീക്ഷണങ്ങൾക്കൊന്നും മുതിരാതെ കണക്ക് കൂട്ടിയുള്ള ഒരു നീക്കം. എറണാകുളത്ത് CPM ഇതെന്ത് ഭാവിച്ചാണെന്ന് എതിരാളികൾ സംശയിച്ചു പോയി. മണ്ഡലത്തിൽ സ്ത്രീ വോട്ടർമാരാണ് കൂടുതലെന്നും ഇതിനു മുമ്പ് സമീപകാലത്ത് കോൺഗ്രസ് വിറച്ചത് സിന്ധു ജോയ് എന്ന വനിതാ സ്ഥാനാർത്ഥി രംഗത്ത് വന്നപ്പോഴായിരുന്നു എന്നതും ഷൈനിന്റെ സർപ്രൈസ് സ്ഥാനാർത്ഥിത്വത്തോടൊപ്പം ചേർത്ത് വായിക്കാം. ജില്ലയിലെ പാർട്ടി പ്രവർത്തകർക്ക് അത്ര സുപരിചിത അല്ലെങ്കിലും വനിതാ നേതാവ് എന്ന നിലയിൽ പാർട്ടി നേതൃത്വത്തിന് യോഗ്യയായ സ്ഥാനാർത്ഥിയാണ് KJ ഷൈൻ. പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ നാട്ടിൽ നിന്നും സ്ഥിരമായി വടക്കൻ പറവൂർ നഗരസഭയിലേക്ക് ജയിച്ചു കയറുന്ന ഷൈൻ എറണാകുളം ലോക്സഭാ മണ്ഡലത്തിലും തുറുപ്പ് ചീട്ടായി മാറുമെന്നതാണ് CPM-ന്റെ കണക്കുകൂട്ടൽ. 3 ടേമായി പറവൂർ നഗരസഭാ അംഗമായ KJ ഷൈനിന് തിരഞ്ഞെടുപ്പ് രംഗത്തുള്ള പരിചയം കൂടി പരിഗണിക്കുമ്പോൾ ഹൈബിക്ക് ഇത്തവണ ഒരു ഈസി വാക്ക് ഓവർ പ്രതീക്ഷിക്കാനാവില്ല. തൃപ്പൂണിത്തറയിലും പറവൂരിലും വ്യക്തമായ സ്വാധീനമുള്ള BJP ഇത്തവണ വോട്ട് വിഹിതം 1.5 ലക്ഷത്തിനപ്പുറം കടത്തണമെന്ന ലക്ഷ്യത്തോടെ PSC മുൻ ചെയർമാൻ കൂടിയായ ഡോക്ടർ KS രാധാകൃഷ്ണനെയാണ് രംഗത്തിറക്കിയിരിക്കുന്നത്. മണ്ഡലം പിടിച്ച് ഞെട്ടിക്കാമെന്ന പ്രതീക്ഷയൊന്നുമില്ല. പക്ഷേ BDJS-ന്റെ കൂടി സ്വാധീനത്തോടെ വോട്ട് വിഹിതം 2 ലക്ഷത്തിനടുത്ത് എത്തിക്കാൻ കഴിഞ്ഞാൽ BJPക്ക് അത് വലിയൊരു നേട്ടം തന്നെയാകും. ഇതോടൊപ്പം എറണാകുളം ചാലക്കുടി മണ്ഡലങ്ങളിൽ 2020യും സജീവ പ്രചാരണത്തിലാണ്. ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം സമുദായങ്ങൾക്ക് കൃത്യമായ സ്വാധീനമുള്ള മണ്ഡലമാണ് എറണാകുളമെങ്കിലും നിർണായക ശക്തി ജനസംഖ്യയുടെ 53% വരുന്ന ക്രൈസ്തവരാണ്. അതിൽ 45% വരുന്ന ലത്തീൻ സമുദായ വോട്ടർമാരാണ് മണ്ഡലത്തിലെ തിരഞ്ഞെടുപ്പ് ഫലം നിർണയിക്കുക. അതുകൊണ്ട് തന്നെയാണ് ഇരു മുന്നണികളും ഈ സമുദായത്തിൽ നിന്നുള്ള സ്ഥാനാർത്ഥികളെ കണ്ടെത്തിയത്. ജനസംഖ്യയുടെ 36.21% ഹൈന്ദവ വോട്ടർമാർ. ഇതിൽ കൂടുതലും നായർ സമുദായ അംഗങ്ങളാണ്. കോൺഗ്രസുമായി ചേർന്ന് നിൽക്കുന്ന രീതിയാണ് കാലങ്ങളായി ലത്തീൻ സഭയും NSS-ഉം മണ്ഡലത്തിൽ സ്വീകരിച്ചു പോകുന്നത്. ഇവർക്ക് പുറമെ സിറിയൻ ക്രിസ്ത്യൻ വിഭാഗവും 15.67% വരുന്ന മുസ്ലിം മതവിശ്വാസികളുടെ വോട്ടും എറണാകുളം മണ്ഡലത്തിന്റെ വിജയം നിർണയിച്ചേക്കും.